പ്രണാമം. ചിന്തനത്തിലെ അവസാനത്തെ 2 പദ്യമാണ് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ളത്. ജഡജഗത്തിനെ മുഴുവൻ ആനന്ദമയം ആക്കിക്കൊണ്ടാണ് ബ്രഹ്മാനുഭവം ഉദയം ചെയ്യുന്നത്. അപ്പോൾ ബ്രഹ്മത്തെ അനുഭവിക്കുന്ന ഒരാൾക്ക് ആനന്ദമല്ലാതെ മറ്റൊന്നുമില്ല. അപ്പോൾ സാധാരണക്കാർ ഇവിടെ അനുഭവിക്കുന്ന ദുഃഖമോ തീർച്ചയായും അജ്ഞത, സത്യം പിടികിട്ടാത്തതുകൊണ്ട് ദുഃഖം ഉണ്ടെന്ന് തോന്നുന്നു. ദുഃഖമില്ല. അതുകൊണ്ടാണ് സദാശിവ ബ്രഹ്മേന്ദ്രനും മറ്റും പാടിയത് സർവം ബ്രഹ്മമയം രേ രേ സർവം ബ്രഹ്മമയം. എടോ, എല്ലാം ബ്രഹ്മം മാത്രം. ബ്രഹ്മം എന്ന് വെച്ചാൽ ആനന്ദം. അന്തിമമായി ആനന്ദം ബ്രഹ്മ. ഇതാണ് ബ്രഹ്മത്തെക്കുറിച്ച് ഉപനിഷത്ത് പറയുന്നത്. അപ്പോ ബ്രഹ്മാനന്ദം നേടുക എന്ന് വെച്ചാൽ ആനന്ദം മാത്രം അനുഭവിക്കുക. സർവത്ര സദാ ഹംസധ്യാനം കർത്തവ്യം ഭോ മുക്തിനിദാനം. ഇപ്പൊ എന്ത് വേണം? എവിടെയും എപ്പോഴും ഈ ആനന്ദസ്വരൂപമായ ബ്രഹ്മത്തെ തന്നെ ധ്യാനിക്കണം. ആനന്ദസ്വരൂപമായ ബ്രഹ്മത്തെ എങ്ങനെ ധ്യാനിക്കുക? ഒന്നേ ഉള്ളൂ, രണ്ടില്ല എന്ന് മനസ്സിനെ ഉറപ്പായി അനുഭവിപ്പിക്കണം. സർവത്ര സദാ ഹംസധ്യാനം ബ്രഹ്മധ്യാനം കർത്തവ്യം ഭോ മുക്തി നിദാനം. അത് മാത്രമേ നമുക്ക് മുക്തി നേടിത്തരൂ. ഒന്ന് ഭാവന ചെയ്തു നോക്കുക. ഒരാളിവിടെ ആനന്ദം മാത്രമേ അനുഭവിക്കുന്നുള്ളൂ. ഇനി എന്താ മുക്തി? ദുഃഖമോചനമാണ് മുക്തി. വേറൊരു മുക്തിയും ഒരിടത്തും കിട്ടാനില്ല. ഇവിടുന്ന് പരലോകത്തെങ്ങാനും പോയി വല്ല മോക്ഷവും അനുഭവിക്കാം എന്നൊക്കെ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് തികച്ചും വ്യർത്ഥം. ഇവിടെ വെച്ചനുഭവിച്ചാൽ അനുഭവിച്ചു എന്നാണ് ഉപനിഷത്ത് പറയുന്നത്. ഇപ്പൊ ഗുരുദേവൻ ഇതിവിടെ വെച്ച് അനുഭവിച്ചു. അനുഭവിച്ചു കഴിഞ്ഞപ്പോ ബ്രഹ്മത്തെ എന്ത് പേര് ചൊല്ലി വിളിക്കണം എന്ന് തന്നെ നിശ്ചയമില്ല. കാരണം ഒരു പേരും പൂർണ്ണമായ ആ ആനന്ദത്തെ പ്രതിനിധാനം ചെയ്യാൻ കരുത്തുള്ളതല്ല. അതുകൊണ്ടാണ് 9-ാം പദ്യം നോക്കുക. എന്താ? പുതുമാങ്കനി പുത്തമൃതേ ഗുളമേ മധുവേ മധുരക്കനിയേ രസമേ വിധി മാധവരാതി തിരഞ്ഞിടുമൻ പതിയേ പദ പങ്കജമേ ഗതിയേ. പുതുമാങ്കനി, ഇതൊന്നും കൂടുതൽ ഞാൻ അർത്ഥം വിവരിക്കേണ്ട കാര്യമില്ലല്ലോ. നല്ല പഴുത്തു നിൽക്കുന്ന മാങ്കനി, പുത്തമൃതേ പുതിയ അമൃതേ, ഗുളമേ ശർക്കരേ ഗുളം ശർക്കര, മധുവേ തേനെ മധുരക്കനിയെ മധുരമായ പഴമേ, രസമേ രസം രസോവൈ സഹ എന്നാണ് ഉപനിഷത്ത് ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നത്. രസം എന്ന് വെച്ചാൽ ആനന്ദം. ആനന്ദം തന്നെയാണ് ആ ബ്രഹ്മം. രസോവൈ സഹ. പുതുമാങ്കനി പുത്തമൃതേ ഗുളമേ മധുവേ മധുരക്കനിയെ രസമേ വിധി മാധവരാതി തിരഞ്ഞിടുമൻ പതിയെ. ബ്രഹ്മാവും വിഷ്ണുവും ഒക്കെ ഈ സമ്പൂർണ്ണാനന്ദം അനുഭവിക്കാനാണ് സദാ യത്നിച്ചുകൊണ്ട് ഇരിക്കുന്നത്. വലിയ വലിയ പരമഹംസന്മാർ ഒക്കെ വിധി മാധവരാതി തിരഞ്ഞിടുമൻ പതിയെ പദപങ്കജമേ ഗതിയെ. അങ്ങയുടെ പദപങ്കജം മാത്രമാണ് ശരണം, മറ്റൊന്നുമില്ല.
എന്തുകൊണ്ട്? പൂർണ്ണ സുഖം നമ്മളൊക്കെ കൊതിക്കുന്നത് അതാണ്. സാധാരണ മനുഷ്യർക്കൊക്കെ ഒരുപാട് ദുഃഖം. അത് ജഡം ഉണ്ടെന്ന് കരുതിയാൽ ജനിച്ച് ജീർണിച്ച് നശിക്കുന്ന ജഡം, സ്വന്തം ശരീരമായാലും ശരി, മറ്റെന്ത് സുഖഭോഗ സാമഗ്രിയായാലും ശരി, ഉണ്ടെന്ന് തോന്നുന്ന നിമിഷം മുതൽ അത് ജീർണിക്കുന്നു, നശിക്കുന്നു. അതിനെ ആശ്രയിക്കുന്ന ഒരാൾക്ക് എങ്ങനെ കാര്യമായ സുഖം കിട്ടും? അപ്പോൾ പൂർണ്ണ ശുദ്ധമായ ബോധം അത് മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിനെ പഠിപ്പിക്കുക. അതാണ് ഗുരുദേവന്റെ അനുഭൂതി ശതകം എന്ന് പറഞ്ഞൊരു കൃതിയുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നു, ആനന്ദക്കടൽ പൊങ്ങി താനേ പായുന്നിതാ പരന്നൊരുപോൾ ജ്ഞാനം കൊണ്ടിതിലേറി പാനം ചെയ്യുന്നു പരമഹംസജനം. ആനന്ദക്കടൽ പൊങ്ങി. നമുക്ക് സാധാരണ മനുഷ്യർക്ക് വിശ്വസിക്കാനേ സാധ്യമല്ല. ഒരാനന്ദക്കടൽ പൊങ്ങി നിറഞ്ഞ് പരന്ന് വ്യാപിക്കുന്നു. ആനന്ദക്കടൽ പൊങ്ങി താനേ, അത് ആരുടെയും പ്രയത്നം കൊണ്ടൊന്നുമല്ല, നമ്മളതാണ്. പക്ഷെ എന്ത് ചെയ്യാം? രാഗദ്വേഷങ്ങളും ഭേദചിന്തകളും ഒക്കെ അതിനെ മറച്ചിരിക്കുന്നു. ശുദ്ധപ്രകാശരൂപമായ സൂര്യനെ മേഘപടലങ്ങൾ മറയ്ക്കും പോലെ. ഇപ്പോൾ ഇരുട്ടുണ്ടെന്ന് തോന്നും, വാസ്തവത്തിൽ സൂര്യനിൽ ഇരുട്ടിന്റെ കണിക പോലുമില്ല. പക്ഷെ അതിനെ മറ്റൊരു വസ്തു മറച്ചു കളഞ്ഞാൽ ആ ശുദ്ധപ്രകാശം എങ്ങനെ തെളിയും? അതുപോലാണ്. ആനന്ദക്കടൽ പൊങ്ങി താനേ പായുന്നിതാ പരന്നൊരുപോൽ, ആരുടെ ശ്രമവും കൂടാതെ ഒരാനന്ദ സമുദ്രം സർവത്ര നിറഞ്ഞ് പരന്ന് വിലസുന്നു. ജ്ഞാനം കൊണ്ടിതിലേറി പാനം ചെയ്യുന്നു പരമഹംസജനം. പരമഹംസജനം ഗുരുദേവനെ പോലെയുള്ള, ശ്രീരാമകൃഷ്ണനെ പോലുള്ള, രമണ മഹർഷിയെ പോലുള്ള പരമഹംസജനം. അപ്പോൾ ഇത് പരമഹംസന്മാർക്ക് മാത്രമല്ലേ പറ്റൂ? അങ്ങനെ ഒന്നും പറഞ്ഞൊഴിയുന്നുണ്ട്. ശ്രമം തുടങ്ങുക, കുറച്ചെങ്കിലും കിട്ടിയാൽ അത്രയുമായി എന്നാണ് കൃഷ്ണൻ ഗീതയിൽ പറയുന്നത്. അപ്പോ ഇതിലെങ്ങനെയാണിത് കിട്ടുക? ജ്ഞാനം കൊണ്ടിതിലേറി. ജ്ഞാനം, ഈ സമുദ്രം അനുഭവിക്കാനുള്ള ഒരേ ഒരു മാർഗം ജ്ഞാനം. എല്ലാ വേദാന്ത ഗ്രന്ഥങ്ങളും അത് തന്നെ പറയുന്നു. ഭാഗവതം, ഗീത തുടങ്ങിയ ഉപനിഷത്തുക്കളുടെ കാര്യം പറയണ്ടല്ലോ. എല്ലാവരും അത് തന്നെ പറയുന്നു. ജ്ഞാനം എന്താ? ജ്ഞാനം മറ്റൊന്നുമല്ല. ജ്ഞാനം എന്ന് പറയുന്നത് ഇവിടെ ബോധസ്വരൂപമായ ഒരു വസ്തുവേ ഉള്ളൂ. അല്പം പോലും മറ്റൊന്നില്ല. നേഹ നാനാസ്തി കിഞ്ചന. ഈശ്വരൻ മാത്രമേ ഇവിടെ ഉള്ളൂ. ജ്ഞാനസ്വരൂപമായ ബോധം എന്ന് പറയാൻ തോന്നുന്നില്ലെങ്കിൽ ഈശ്വരൻ, കാണുന്നതൊക്കെ ഈശ്വരൻ. ഈശാവാസ്യം ഇതം സർവം. ഈശാവാസ്യോപനിഷത്ത് ബോധം എന്നുള്ള വാക്കല്ലല്ലോ ഉപയോഗിച്ചിരിക്കുന്നത്. ബോധമാണ് ശാസ്ത്രീയമായ ഈശ്വരൻ. ആ ഈശ്വരൻ നിറഞ്ഞിരിക്കുന്നു ഇവിടെ. എവിടെയും ഈശ്വരനെ ഉള്ളൂ. രണ്ടാമതൊരു വസ്തുവും ഇവിടെ ഇല്ല. ഇതുറപ്പിക്കലാണ് ജ്ഞാനം. ഇത് കുറേശ്ശെ മനസ്സിനെ പഠിപ്പിച്ചുറപ്പിക്കുക. ശാസ്ത്രം ഏത് കടുത്ത ജഡദൃശ്യത്തെയും വിശകലനം ചെയ്തു നോക്കിയാൽ അത് ശുദ്ധമായ ആനന്ദം, ശുദ്ധമായ ബോധം, ശുദ്ധമായ ബോധവും ശുദ്ധമായ ആനന്ദവും ഒന്നു തന്നെ. അപ്പോൾ ജ്ഞാനം, ഇതുറപ്പിക്കലാണ് ജ്ഞാനം. എല്ലാ ഗ്രന്ഥങ്ങളും ഇത് തന്നെ പറയുന്നു. ഈ ജ്ഞാനം നേടി
ജ്ഞാനം കൊണ്ട് ഇതിലേറി ഈ സമുദ്രത്തിൽ സഞ്ചരിക്കാനുള്ള കപ്പൽ ജ്ഞാനമാണ്. ജ്ഞാനം കൊണ്ട് ഇതിലേറി പാലം ചെയ്യുന്നു പരമഹംസജനം. പരമഹംസന്മാർ ജ്ഞാനമാകുന്ന തോണിയിലേറി നിരന്തരം സഞ്ചരിച്ച് ഈ ആനന്ദക്കടൽ, ഒരിക്കലും വറ്റാത്ത ആനന്ദക്കടൽ പാനം ചെയ്യുന്നു. ഗുരുദേവൻ വീണ്ടും പറയുന്നു, ജനം ഇതു കണ്ടു തെളിഞ്ഞാൽ കഷ്ടം. ഈ കിടന്ന ദുഃഖാർത്തരാകുന്ന കൂരിരുട്ടിൽ തപ്പിത്തടയുന്ന ജനം ഇതു കണ്ടു തെളിഞ്ഞാൽ ജനിമൃതി കൈവിട്ടിരിക്കും അന്നിലയിൽ. ഇതൊന്ന് ഉറച്ചാൽ മതി. ബുദ്ധിക്കുപോലും ഇതുറയ്ക്കുമെങ്കിൽ ജനിമൃതി കൈവിട്ടിരിക്കും അന്നിലയിൽ. ആ അവസ്ഥയിൽ ജനന മരണങ്ങൾ അവസാനിച്ച് സ്ഥിതി ചെയ്യും. ജനന മരണങ്ങളൊക്കെ മാറി മാറി ഉണ്ടെന്ന് തോന്നി മറയുന്ന നാമരൂപങ്ങളിൽ സംഭവിക്കുന്ന ഭ്രമമാണ്. വസ്തു ജനിക്കുന്നില്ല, വസ്തു ജീർണിക്കുന്നില്ല. വസ്തു എന്ന് പറഞ്ഞാൽ ഈ ആനന്ദബോധം, അത് ജനിക്കുന്നില്ല. അജോ നിത്യ ശാശ്വതോയം പുരാണോ. ഗീത തന്നെ പറയുന്നില്ലേ, അജോ, ജനിക്കാത്തത്, ശാശ്വത എന്നുമുള്ളത്. ശാശ്വതോയം പുരാണോ, പണ്ടേ ഉള്ളത് എന്ന് വെച്ചാൽ എന്നുമുള്ളത്. അങ്ങനെയുള്ള ഈ ബോധവസ്തുവിനെ അനുഭവിച്ചാൽ പിന്നെ ജനിമൃതി എവിടെയാണ്? ജനം ഇതു കണ്ടു തെളിഞ്ഞാൽ ജനിമൃതി കൈവിട്ടിരിക്കും അന്നിലയിൽ. മനതളിരൊന്നു കലർന്നാൽ, ഒന്ന് ഈ ഏകത്വം, ഇവിടെ രണ്ടില്ല, ഒന്നേ ഉള്ളൂ. ഏത് പരിതസ്ഥിതിയിലും മനതളിർ ആ ഏകത്വത്തിൽ, ഏകത്വഭാവത്തിൽ ഒന്ന് കലർന്നാൽ അനവരതം സൗഖ്യം അന്നു തന്നെ വരും. ഇത് ഈ ഒന്നേ ഉള്ളൂ എന്നുള്ള ഉറപ്പ് മനസ്സിന് കിട്ടിക്കഴിഞ്ഞാൽ ആ നിമിഷം മുതൽ അനവരതം സൗഖ്യം, ഒരിക്കലും വിട്ടുമാറാത്ത സുഖം, ആനന്ദം അന്നു തന്നെ വരും. ഇതാണ് വസ്തുസ്ഥിതി. ഈ ജ്ഞാനം ഉറപ്പുവന്നാൽ ആനന്ദക്കടലിൽ സഞ്ചരിക്കാം. കുറച്ചൊക്കെ ശരീരമുണ്ട്, ഇരുന്നോട്ടെ. ആ ശരീരത്തിനകത്ത് വറുത്ത വിത്ത് പോലൊരു ഞാനുണ്ട്. ആ ഞാൻ ഈ ശരീരത്തെ കൊണ്ട് നടന്ന് പല പല കർമ്മങ്ങളും ചെയ്യിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഈ ആനന്ദാനുഭവത്തിന് തടസ്സമല്ല. ഗുരുദേവനെ പോലെയുള്ളവർ ഈ ആനന്ദക്കടലിൽ സഞ്ചരിച്ചുകൊണ്ട് തന്നെയാണ് സാമൂഹ്യ പ്രവർത്തനം നടത്തിയത്. അദ്ദേഹം തന്നെ പറയുന്നില്ലേ, ദഗ്ധ്വാ ജ്ഞാനാഗ്നിന സർവം. ജ്ഞാനാഗ്നിയിൽ ഭേദചിന്ത മുഴുവൻ ദഹിപ്പിച്ചിട്ട്, ഭേദചിന്ത മുഴുവൻ ദഹിപ്പിച്ചാൽ പിന്നെ ആനന്ദാനുഭവമല്ലാതെ മറ്റെന്താണുള്ളത്? അത് മുഴുവൻ ദഹിപ്പിച്ചിട്ട് ഇങ്ങനെ ഒരു നാടകം പോലെ ഈ വ്യവഹാര രംഗത്ത് വർത്തിക്കുന്നു. അതാണ് ബ്രഹ്മണ്യാഥായ കർമാണി സംഗം ത്യക്ത്വാ കരോതിയഃ ലിപ്യതേന സ പാപേന പത്മപത്രമിവംഭസ. ഗീത പറയുന്നു, ബ്രഹ്മം സർവം ബ്രഹ്മമയമെന്നുറപ്പിച്ചുകൊണ്ട് കർമാണി സംഗം ത്യക്ത്വ, സർവം ബ്രഹ്മമയം. പിന്നെ എന്ത് സംഘം? ഈ ശരീരത്തോടുപോലും ഞാൻ എന്റേത് എന്ന സംഘമില്ല. ഞാൻ എന്റേത് എന്ന ചിന്തയാണ് സംഘം. ബ്രഹ്മഭാവം മനസ്സിനെ ദൃഢമായി പഠിപ്പിച്ചുകൊണ്ട് ആരാണോ കർമ്മരംഗത്ത് ബ്രഹ്മണ്യാഥായ കർമാണി സംഘം ത്യക്ത്വ കരോതിയഃ, സംഘമില്ലാതെ ആരാണോ കർമ്മം ചെയ്യുന്നത്, ലിപ്യത്തെ നസ പാപേന, അങ്ങനെയുള്ള ആളിന്റെ മനസ്സ് ഒരിക്കലും അഴുക്കുപുരണ്ടതായി ഭവിക്കുന്നില്ല. പത്മപത്രമിവംഭസ, ഏതുപോലെ വെള്ളത്തിൽ കിടക്കുന്ന താമരയില പോലെ. വെള്ളത്തിൽ കിടക്കുന്ന താമരയില
രാപകൽ വെള്ളത്തിൽ കിടക്കുന്നു. പക്ഷെ അത് ഒരിക്കലും കുതിർന്നു പോകുന്നില്ല. അതുപോലെ ഒരു ജീവൻ മുക്തന് നിരന്തരമായ ആനന്ദം അനുഭവിച്ചുകൊണ്ട് തന്നെ എത്ര കോലാഹലമയമായ കർമ്മമണ്ഡലത്തിലും വേണമെങ്കിൽ പ്രവർത്തിക്കാം. പ്രാരബ്ധം അങ്ങനെ ഉണ്ടെങ്കിൽ, ശരീരപ്രാരബ്ധം അങ്ങനെ ഉണ്ടെങ്കിൽ പ്രവർത്തിക്കാം, അല്ലെങ്കിൽ പ്രവർത്തിക്കില്ല. അത്രേ ഉള്ളൂ. അതാണ് ഗുരുദേവൻ പറയുന്നത്. ഇത് ഒന്ന് പിടികിട്ടിയാൽ അനവരതം സൗഖ്യം അന്നു തന്നെ വരും. ഈ ജ്ഞാനമാണ്, ഈ ജ്ഞാനത്തെയാണ് പലരും ഒരു പിടിയുമില്ലാതെ അജ്ഞതയിൽ കിടന്നുണ്ട്. വേണ്ട, നമുക്ക് ജ്ഞാനം വേണ്ട, നമുക്ക് ഭക്തി മതി. ഭാഗവതവും മറ്റും തികച്ചും ഭക്തിഗ്രന്ഥം ആണെന്നല്ലേ പലരുടെയും അഭിപ്രായം. അവര് ഭാഗവതത്തെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് പോലും ശ്രദ്ധിക്കുന്നില്ല. ഭാഗവതത്തെക്കുറിച്ച് എന്താ പറയുന്നത്? ഇത് തന്നെയാണ്. ഭാഗവതം പുരാണം അമലം യത് വൈഷ്ണവാനാം പ്രിയം. പരിശുദ്ധമായ പുരാണം, വൈഷ്ണവാനാം പ്രിയം, സത്യമന്വേഷിക്കുന്നവർക്ക് അത്യന്തം പ്രിയപ്പെട്ടത്. യസ്മിൻ പാരമഹംസ്യം ഏകം അമലം ജ്ഞാനം പരം ഗീയത്തെ. ഇത് ഭാഗവതം പറയുകയാണ്. അതൊന്നും ചെവിക്കൊള്ളുന്നില്ല ആരും. എന്താ നിർഭാഗ്യവാന്മാർ എന്ന് വേണം പറയാൻ. ഭക്തിയൊക്കെ വേണം, കർമ്മം വേണം, ഭക്തി വേണം, ഒന്നും വേണ്ടെന്ന് ആരും പറയുന്നില്ല. ഒക്കെ ഈ ലക്ഷ്യം ആസ്പദമാക്കി ഈ ലക്ഷ്യത്തോടടുക്കുന്നില്ലെങ്കിൽ ഭക്തി നിഷ്പ്രയോജനം. ഈ ലക്ഷ്യത്തോടടുക്കുന്നില്ലെങ്കിൽ കർമ്മം മുഴുവൻ ക്ഷീണിക്കാൻ മാത്രം. ഭാഗവതം ആദ്യമേ പറയുന്നു, സർവം ബ്രഹ്മമയം എന്ന ലക്ഷ്യത്തോട് ജീവിതം അടുക്കുന്നില്ലെങ്കിൽ ആയാസമാത്രം എന്നാണ് കർമ്മത്തെക്കുറിച്ച് പറയുന്നു. ക്ഷീണിക്കാം. നമുക്ക് തന്നെ അറിയാവുന്നതല്ലേ, എന്താ സത്യം അറിഞ്ഞൂടാ, കർമ്മം ചെയ്തു, വാർദ്ധക്യം വന്നു, മരണമെടുക്കുന്നു, എന്താ ക്ഷീണമില്ലാതെ എന്തുകൊണ്ട്? കിടന്ന് എല്ലാം പോയി ക്ഷീണിച്ച് നിരാശയിൽ കിടന്ന് പിടയുകയല്ലേ. അതാണ് ക്ഷീണിക്കാൻ മാത്രം എന്ന് ഭാഗവതം പറയുന്നത്. ശ്രീമദ് ഭാഗവതം പുരാണമമലം യത് വൈഷ്ണവാനാം പ്രിയം യസ്മിൻ പാരമഹംസ്യം ഏകം അമലം. ഒന്നേ ഒന്ന്, അത്യന്തം പരിശുദ്ധം, ജ്ഞാനം പരം ഗീയത്തെ. ജ്ഞാനം മാത്രം, ജ്ഞാനം മാത്രമാണ്. എന്നുവെച്ചാൽ ജ്ഞാനമാണ് പ്രാപിക്കേണ്ട ലക്ഷ്യം. മറ്റെന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ പറഞ്ഞതൊക്കെ ഈ ജ്ഞാനത്തെ പ്രാപിക്കാൻ വേണ്ടിയാണ്. എന്താ ജ്ഞാനം? ആനന്ദമയം, സർവജഗത്തിനെയും ആനന്ദസ്വരൂപമാക്കി കാണിച്ചു തരുന്നതാണ് ജ്ഞാനം. പാരമഹംസ്യം, ഗുരുദേവനും അതല്ലേ പറയുന്നത്, ജ്ഞാനം കൊണ്ടിതിലേറി പാനം ചെയ്യുന്നു പരമഹംസജനം. അതാണ് പാരമഹംസ്യം ജ്ഞാനം എന്ന് പറയുന്നത്. ഉദ്ധവരോടും കൃഷ്ണൻ എന്താ പറയുന്നത്? അവിടെയൊക്കെ ഭക്തി ഒക്കെ വേണ്ടെന്നല്ലർത്ഥം. പക്ഷെ അവിടെയൊക്കെ കൃഷ്ണൻ പറയുന്നു, ജ്ഞാനം കേവലമാശ്രിത, ജ്ഞാനത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഉദ്ധവരെ മാമേവ സർവഭൂതേഷു ബഹിരന്തരപാവൃത്തം ഈക്ഷേത ആത്മനി ചാത്മാനം യഥാഖമമലാശയ ഇതി സർവാണി ഭൂതാനി മദ്ഭാവേന മഹാദ്യുതേ. അല്ലെ ഉദ്ധവരെ, സർവാണി ഭൂതാനി, സകല പ്രപഞ്ച ഘടകങ്ങളെയും മദ്ഭാവേന, ഞാനാണ്, ബ്രഹ്മമാണ്, പരമാത്മാവാണ്, ശുദ്ധബോധമാണ് എന്ന ഭാവത്തിൽ സഭാജയൻ മനസ്സുകൊണ്ട് പൂജിക്കൂ. സാധനാഘട്ടം അങ്ങോട്ട് ഉറപ്പ് വന്നില്ല. എന്തിവിടെ കണ്ടാലും ബ്രഹ്മമാണെന്നോർമ്മിച്ച് മനസ്സാ പൂജിക്കൂ. സഭാജയൻ മന്യമാന. അതെങ്ങനെ കൃഷ്ണ? ജ്ഞാനം കേവലമാശ്രിത,
കേവലം ജ്ഞാനമാശ്രിത. ഇതിലപ്പുറം എന്ത് പറയണം? ജ്ഞാനം മാത്രം. എന്താ? എന്തിനു വേണോ വിശകലനം ചെയ്തു നോക്കൂ, ശാസ്ത്രീയമായി ചിന്തിച്ചു നോക്കൂ, അത് ബോധത്തിലെത്തും, പരമാത്മതത്വത്തിലെത്തും. അത് ഭക്തി കൊണ്ട് കിട്ടും. നമുക്ക് അത് ഭക്തി, ആ ജ്ഞാനം അനുഭവിക്കണം എന്നുള്ള അതിയായ ആഗ്രഹമാണ് ഭക്തി. പരമാത്മാവിനോട് അടുക്കണം എന്നുള്ള ദൃഢമായ ലക്ഷ്യബോധമാണ് ഭക്തി. ആ ഭക്തി വെച്ചുകൊണ്ട് എന്തിനു വേണോ വിശകലനം ചെയ്തു നോക്കിക്കോളൂ, അത് ബോധമാണ്. ബോധമുണ്ടോ? പ്രപഞ്ചമുണ്ട്. ബോധം എന്ന് വെച്ചാൽ ഈശ്വരൻ, ആനന്ദം. ബോധം എന്നുള്ള പദത്തിന് പകരം ആനന്ദം എന്ന് പറഞ്ഞോളൂ. സച്ചിദാനന്ദം ബ്രഹ്മ, ആനന്ദമാണ് ബ്രഹ്മ. അല്ലയോ ഉദ്ധവരെ, സർവാണി ഭൂതാനി മദ്ഭാവേന മഹാദ്യുതേ. മഹാദ്യുതേ, അല്ലയോ ഉദ്ധവരെ, നിങ്ങൾക്ക് ഈ ഒരു ഭാവം മനസ്സിൽ വരുമെങ്കിൽ നിങ്ങൾ തന്നെ പ്രകാശമയനായി മാറും. ആണ് മഹാദ്യുതേ. സഭാജയൻ, സകല പ്രപഞ്ച ഘടകങ്ങളെയും മനസ്സാ ബഹുമാനിക്കൂ, പൂജിക്കൂ. ഈശ്വരൻ സഭാജയൻ മന്യമാനഃ. അതെങ്ങനെ ഭഗവാനെ? ജ്ഞാനം കേവലമാശ്രിത, കേവലമായ ജ്ഞാനത്തെ ആശ്രയിച്ചുകൊണ്ട്. ഉദ്ധവൻ കൃഷ്ണരൂപത്തെയാണ് കുട്ടിക്കാലം മുതൽ ഭജിച്ചത്. ആ ജഡരൂപത്തെ, കൃഷ്ണന്റെ ശരീരമായാലും ശരി, കൃഷ്ണന്റെ ശരീരമാണ് ജഗത്ത് മുഴുവൻ. ജഗത്ത് മുഴുവൻ ബ്രഹ്മത്തിന്റെ ശരീരമാണ്, ജഡം. ആ ജഡമാണ് സത്യം, ഇല്ലാത്തത്. ആ ഇല്ലാത്തതാണുള്ളത് എന്ന് കരുതി ജീവിച്ചാൽ ആർക്കെന്ത് കിട്ടാനാണ്? ബ്രഹ്മഭാവം ഉൾക്കൊള്ളാൻ പെട്ടെന്ന് പറ്റിയില്ലെങ്കിൽ പോലും കൃഷ്ണനും മറ്റും പറയുന്ന ഈ ദിവ്യഭാവം ജഡജഗത്തിൽ എന്ത് കണ്ടാലും മനസ്സിനെ ഓർമ്മിപ്പിക്കുക. വ്യവഹാരത്തിൽ ആരോടും പറയണ്ട. എന്ത് കണ്ടാലും, ശത്രുവായാലും ശരി, മിത്രമായാലും ശരി, ഈ ഭുവനം ചിത്താണ്. ചിതിഹാസ്തീഹ ചിന്മാത്രം ഇതം ചിന്മയമേവച്ച ചിത്വം ചിദഹം ഏതേച ലോകാശ്ചിദിതി സംഗ്രഹ. ഇതാണ് ശുക്രൻ മഹാബലിക്ക് ഉപദേശിക്കുന്നത്. ചിതിഹാസ്തി, ഇവിടെ ബോധമേ ഉള്ളടോ, വേറെ യാതൊന്നും ഇവിടെ ഇല്ല. ചിന്മാത്രം, വീണ്ടും പറയുന്നു, ചിത്ത് മാത്രം, വേറൊന്നും ഇവിടെ ഇല്ല. ചിതിഹാസ്തി ചിന്മാത്രം ഇതം ചിന്മയമേവച്ച, ഈ കാണുന്നതൊക്കെ ചിന്മയം. ചിത്വം, നീ ബോധമാണ്. ചിദഹം, ഞാൻ ബോധമാണ്. ബോധമാണെന്ന് വെച്ചാൽ ആനന്ദമാണ്. എന്നുവെച്ചാൽ ബോധം എന്നൊക്കെ പറഞ്ഞാൽ പിന്നെയും ഈ ആനന്ദം എന്നുള്ളത് മറന്നുപോകും. നീ ആനന്ദമാണ്, ഞാൻ ആനന്ദമാണ്. ഏതേച ലോകാശ്ചിത്, ഈ കാണുന്ന സകല ലോകവും ചിത്താണ്. ഇതാണ് ശുക്രൻ മഹാബലിക്ക് ഉപദേശിക്കുന്നത്. അപ്പോ ഈ ജ്ഞാനത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഉദ്ധവരെ സകല പ്രപഞ്ച ഘടകങ്ങളെയും മനസ്സാ പൂജിക്കൂ. സഭാജയൻ മന്യമാനഃ ജ്ഞാനം കേവലമാശ്രിത. എല്ലാ പ്രപഞ്ച ഘടകങ്ങളെയും എന്ന് പറഞ്ഞാലോ, ബ്രാഹ്മണേ പുൽക്കസേ സ്തേനേ, ബ്രാഹ്മണനിൽ പുൽക്കസൻ, പട്ടി മാംസം ഭക്ഷിക്കുന്ന പുൽക്കസൻ, സ്തേനെ കള്ളൻ. പക്ഷെ ഇവരെയൊക്കെയാണല്ലോ കണ്ടാൽ നമ്മൾ വെറുപ്പ്. മനസ്സുകൊണ്ടവരെ ഒക്കെ ഈശ്വരനായി കാണും. എന്തിന്? നിങ്ങൾക്ക് പൂർണ്ണമായ ആനന്ദം വേണമെങ്കിൽ. ഇതൊരു മായയാണ്. ഒരേ വസ്തുണ്ട്, കടുവയുടെയും പുലിയുടെയും മാനിന്റെയും കൃഷ്ണന്റെയും ഒക്കെ രൂപം ഉണ്ടാക്കി വച്ചിരിക്കുന്നു. ഒരേ സ്വർണം. അവിടെ വേറെ എന്തുണ്ട്? ഇത് കടുവയാണ്. അല്ല, അത് സ്വർണം. സ്വർണം കൊണ്ടാണ് അതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നെങ്കിൽ ഒക്കെ സ്വർണം. ഒരേ ബോധം, ഒരേ ബ്രഹ്മത്തെ കൊണ്ടാണ് ബ്രാഹ്മണനെയും പുൽക്കസനെയും, പുൽക്കസേസ്തേനെ കള്ളനെയും
ബ്രഹ്മണ്യർക്കെ സ്ഫുലിംഗക്കെ, ബ്രഹ്മാവിനെയും സൂര്യനെയും ഒരു ചെറു തീപ്പൊരിയെയും എന്നുവെച്ചാൽ എല്ലാം ബ്രഹ്മമയമായി കാണണം എന്ന് പറഞ്ഞപ്പോ ഉദ്ധവന് വല്ല സംശയവും തോന്നുമോ? നമുക്കൊക്കെ ചോദിച്ചു, അപ്പോ കള്ളനെയും ബ്രഹ്മമായി കാണണമോ സാർ? തീർച്ചയായിട്ടും ഉള്ളിൽ ബ്രഹ്മമായി കള്ളനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവനും ബ്രഹ്മമാണ്. കള്ളന്റെ രൂപം കൈക്കൊള്ളാനും ഇവിടെ ബോധമല്ലാതെ മറ്റൊരു വസ്തുവില്ല. എന്ത് ചെയ്യാം? അതൊന്ന് അനുഭവിച്ചാൽ അവനവന് സർവം ആനന്ദമയം. ബ്രാഹ്മണേ പുൽക്കസേസ്തേനെ ബ്രഹ്മണ്യർക്കെ സ്ഫുലിംഗകെ അക്രൂരെ ക്രൂരകെ ചെയ്യുക. അക്രൂരനിലോ ക്രൂരനിലോ ആവട്ടെ. സമദൃക് പണ്ഡിതോ മത. സമദൃക് ആരാണോ ബ്രഹ്മത്തെ കാണുന്നത് അവനാണ് അറിവുള്ളവൻ. അല്ലാതെ കൃഷ്ണനും ഇതല്ലേ പറയുന്നത്? ഇത് തന്നെ ഗീതയിൽ, ഇതും കൃഷ്ണൻ തന്നെ പറയുന്നത്. അത് ഭാഗവതത്തിൽ ഒരേ കൃഷ്ണൻ രണ്ടിടത്ത് രണ്ടു വിധത്തിൽ പറയുമോ? വിദ്യാ വിനയസമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി. വിദ്യാവിനയസമ്പന്നനായ ബ്രാഹ്മണൻ, ആ ബ്രാഹ്മണനിലും ഗവിഹസ്തിനി പശുവിലും ആനയിലും, ശുനിജൈവ സ്വപാകേച്ച പണ്ഡിതനിലും പട്ടിമാംസം ഭക്ഷിക്കുന്ന ചണ്ടാലനിലും, ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനിജൈവ സ്വപാകേച്ച പണ്ഡിത സമദർശിന. പണ്ഡിതന്മാർ സമദർശികളാണ്. അതുകൊണ്ടാണ് ഭഗവാൻ ഉദ്ധവരോട് പറയുന്നത്, സകല പ്രപഞ്ച ഘടകങ്ങളെയും മനസ്സാ പൂജിക്കൂ അർജുന. പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ബ്രഹ്മത്തെ ഓർമ്മിക്കൂ. ആരാണ് ഈ പ്രപഞ്ചമായി കാണപ്പെടുന്നത്? ഇതം ഹി വിശ്വം ഭഗവാൻ എന്നാണ് നാരദൻ വ്യാസനോട് പറയുന്നത്. അല്ലയോ വ്യാസരെ, ഈ വിശ്വം ഭഗവാനാണ്. നിങ്ങൾക്ക് ഈശ്വരനെ കാണണം. ഈശ്വരനാണിത്. അല്ലാതെ ഇവിടെ ഈശ്വരനല്ലാതെ വേറെ യാതൊന്നും തന്നെ ഇല്ല. അങ്ങനെ ഭാഗവതം തന്നെ ഭാഗവതത്തെക്കുറിച്ച് പറയുന്നത് ഇതിൽ പരമമായ ജ്ഞാനമാണ് സർവത്ര ഉപദേശിച്ചിരിക്കുന്നത്. ശരി, അപ്പോ ഗീതയിലെന്താ ഭഗവാൻ തീർത്തു പറഞ്ഞില്ല? ഗീതയിൽ തർക്കമാണ്. ഇവിടെ നേരം വെളുത്താൽ കർമ്മത്തിനാണോ ഗീതയിൽ പ്രാധാന്യം, ഭക്തിക്കാണോ പ്രാധാന്യം, അതോ വേറെ യോഗത്തിനാണോ പ്രാധാന്യം? അത് ഗീത പറഞ്ഞിരിക്കുന്നില്ലേ? എന്താ? ഇതിത്തെ ജ്ഞാനമാഖ്യാതം ഗുഹ്യതരം മയ അർജുന. ഞാൻ ഇതേവിടെ നിനക്ക് എന്താ ഉപദേശിച്ചത്? ജ്ഞാനം. മറ്റുപദേശിച്ചതൊക്കെ ഈ ജ്ഞാനം വ്യക്തമാകാൻ വേണ്ടി മാത്രം, ജ്ഞാനമെന്ന ലക്ഷ്യം പ്രാപിക്കാൻ വേണ്ടി മാത്രം. ഇത് ഗുഹ്യതമം ജ്ഞാനമിതമുക്തം മയാനഖ ഇത് വിമർശീതദശേഷേണ ഇതിത്തെ ജ്ഞാനമാഖ്യാതം. ഞാൻ ജ്ഞാനം നിനക്ക് പറഞ്ഞു തന്നു. ഗുഹ്യതരം മയ വിമർശീതദശേഷേണ. കണ്ണുമടച്ച് വിശ്വസിക്കണ്ട, നല്ലവണ്ണം വിചാരം ചെയ്തുറപ്പിച്ച് ശാസ്ത്രീയമായി ചിന്തിച്ച് യഥേച്ഛസി തഥാ കുരു. നിന്റെ മനസ്സിന് വ്യക്തമായ ഉറപ്പ് വരുന്നെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യൂ. ഇങ്ങനെ ജ്ഞാനമാണ് ഭഗവാൻ ഉപദേശിച്ചത്. 4-ാം അധ്യായത്തിൽ ഭഗവാൻ അങ്ങോട്ട് അനേകതരം യജ്ഞങ്ങളെക്കുറിച്ച് പറഞ്ഞു. ദ്രവ്യയജ്ഞം, തപോയജ്ഞം, ദാനയജ്ഞം, പ്രാണായാമയജ്ഞം, ഇങ്ങനെ അനേകം യജ്ഞങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടൊടുവിൽ എന്തു പറയുന്നു? ശ്രേയാൻ ദ്രവ്യമയാജ്ഞാത് ജ്ഞാനയജ്ഞ പരന്തപ. അർജുന, ഈ പറഞ്ഞ യജ്ഞങ്ങളെക്കാളൊക്കെ ശ്രേയസ്കരമായ, നേരിട്ട് ജീവിതത്തെ അത്യധികം ധന്യമാക്കുന്നത് എന്താണ്? ജ്ഞാനയജ്ഞം. ജ്ഞാനയജ്ഞം എന്ന് പറഞ്ഞാൽ എന്താ? ഈ സത്യം ഉറപ്പിക്കാൻ വേണ്ടി പുസ്തകം വായിക്കുക, സത്യം ഉറപ്പിക്കാൻ വേണ്ടി പ്രഭാഷണങ്ങൾ കേൾക്കുക, അന്യോന്യം ചർച്ച ചെയ്യുക, തത്ചിന്തനം തത്കഥനം, അന്യോന്യം തത്പ്രബോധനം, അതിനെക്കുറിച്ച് തന്നെ ചിന്തിക്കുക, ആ ബ്രഹ്മത്തെക്കുറിച്ച്.
അതിനെക്കുറിച്ച് തന്നെ പരസ്പരം സംസാരിക്കുക. അന്യോന്യം തത് പ്രബോധനം. ഏതദേകപരത്വം, നേരത്തെ പറഞ്ഞതുപോലെ എവിടെ എന്ത് കണ്ടാലും ബ്രഹ്മമാണെന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക. ഏതദേകപരത്വം ച ബ്രഹ്മ അഭ്യാസം വിദുർബുദ്ധാഃ. ഇതാണ് ബ്രഹ്മ അഭ്യാസം, ഇതാണ് ജ്ഞാനയജ്ഞം. അർജുന, ഈ ജ്ഞാനയജ്ഞം നടത്തുമെങ്കിൽ പിന്നെ വേറെ ഒരു യജ്ഞവും വേണ്ട, ഒരു യജ്ഞവും. ഇത് മാത്രം മതി, ഇത് മാത്രം. അടുക്കളയിൽ പോലും സർവം ബ്രഹ്മമയം. പാചകം ചെയ്യുന്നതൊക്കെ ബ്രഹ്മയജ്ഞം. വാസ്തവത്തിൽ അതൊന്നും ഉൾക്കൊള്ളാമെങ്കിൽ ഈ ഈശ്വരന് വേണ്ടി പരിഭ്രാന്തരായി ഓടി നടക്കുകയും ഉണ്ടാക്കിയ പണം മുഴുവൻ വ്യർത്ഥമായി ചെലവാക്കുകയും പാടുപെട്ട് കഷ്ടപ്പെടുകയും ചെയ്യേണ്ട കാര്യം വല്ലതുമുണ്ടോ? ശ്രേയാൻ ദ്രവ്യമയാദ്യജ്ഞ ജ്ഞാനയജ്ഞ പരന്തപം. എന്തുകൊണ്ട്? സർവം കർമ്മ അഖിലം പാർത്ഥ ജ്ഞാനേ പരിസമാപ്യത്തെ. എന്ത് തീർത്തു പറഞ്ഞിരിക്കുന്നു. ജ്ഞാനം കിട്ടിക്കഴിഞ്ഞോ, ജ്ഞാനം ബുദ്ധിക്കെങ്കിലും ഉറപ്പുവന്നോ, കർമ്മമൊക്കെ തീരുന്നു. ഒന്നേ ഉള്ളൂ എന്ന് ശാസ്ത്രീയമായി ബുദ്ധിക്ക് പിടികിട്ടി. ഇനി എന്ത് കർമ്മം? ഒന്നേ ഉള്ളൂ എങ്കിൽ പിന്നെ എന്തിനു വേണ്ടി കർമ്മം ചെയ്യുന്നു? ഇവിടെ അല്ലാതെ കർമ്മം വേറെ എവിടെ അവസാനിക്കും? കർമ്മം അവസാനിക്കുന്നില്ലയോ? ബന്ധം. മരിക്കാൻ കിടക്കുന്നു, കർമ്മം അവസാനിക്കുന്നില്ല. എങ്ങനെ അറിയാം? കർമ്മമൊക്കെ ഉണ്ടാക്കുന്നത് ആഗ്രഹമാണ്. ഭൗതികതലത്തിൽ പലതും നേടണമെന്ന് ആഗ്രഹം വന്നു, കർമ്മം ചെയ്യുന്നു. അവിദ്യ, കാമം, കർമ്മം, ഇതാണ് നിയമം. അവിദ്യ പരമസത്യം എന്തെന്ന് അറിഞ്ഞുകൂടാ, സുഖിക്കണം, ആഗ്രഹമുണ്ട്. അവിദ്യ, കാമം, സുഖിക്കണം. എന്താ? കർമ്മം ചെയ്യൂ. അങ്ങനെയാണ് കർമ്മം ചെയ്യുന്നത്. നേരെ മറിച്ച് വിദ്യ കൊണ്ട് ആ പരമതത്വം ഒന്നേ ഉള്ളൂ എന്ന തത്വം ഉറപ്പാക്കിയെങ്കിലോ കാമമില്ല, പരമസുഖം. പിന്നെ എന്തിനു വേണ്ടി കാമിക്കണം? അർജുന, എനിക്കിവിടെ ഒന്നും ചെയ്യാനില്ല, എനിക്കിനി ഒന്നും കിട്ടാനില്ല. ഞാൻ യസ്ത്വാത്മരതിരേവ സ്യാത്, കൃഷ്ണൻ തന്നെ ഗീതയിൽ പറയുന്നു, യസ്ത്വാത്മരതിരേവ സ്യാത് ആത്മതൃപ്തശ്ച മാനവഃ ആത്മന്യേവ ച സന്തുഷ്ടഃ തസ്യ കാര്യം ന വിദ്യത്തെ. ആരാണോ ആത്മാവിൽ സുഖം കണ്ടെത്തിയവൻ അനവരതം സൗഖ്യമെന്ന് തന്നെ വരും. അതൊന്ന് പിടികിട്ടിയാൽ, അത് പിടികിട്ടാൻ വേറൊന്നുമില്ല, ആത്മാവിന്റെ ഉള്ളിലേക്ക് നോക്കിയതുകൊണ്ടൊന്നും അത് പിടികിട്ടില്ല. ഇവിടെ ഒന്നേ ഉള്ളൂ, ഭേദചിന്തയില്ല, രാഗദ്വേഷങ്ങളില്ല. അത് അനവരതം സൗഖ്യം അന്ന് തന്നെ ഉണ്ടാക്കും, ആ നിമിഷം തന്നെ ഉണ്ടാക്കും. യസ്ത്വാത്മരതിരേവ സ്യാത് ആത്മതൃപ്തശ്ച മാനവഃ. തൃപ്തൻ, പൂർണ്ണ തൃപ്തി, ഒരു തടവുമില്ലാത്ത തൃപ്തി. ഇതല്ലേ മരിക്കാൻ കിടക്കുന്നു. ഒരാൾ ചോദിക്കുക, എന്താ? ഞാൻ പൂർണ്ണ തൃപ്തനാണ്. പറയാൻ കഴിയുമോ? ഇല്ലെങ്കിൽ എന്തിന് ജീവിച്ചു? മരിക്കാൻ പോവുക, ഒരു തൃപ്തിയും ഇല്ല. യസ്ത്വാത്മരതിരേവ സ്യാത് ആത്മതൃപ്തശ്ച മാനവഃ ആത്മന്യേവ ച സന്തുഷ്ടഃ. നല്ല സന്തോഷം. തസ്യ കാര്യം ന വിദ്യത്തെ. അങ്ങനെയുള്ള ആളിന് അർജുന ഇവിടെ ഇനി ഒന്നും ചെയ്യാനില്ല. എന്ത് ചെയ്യണം? ഞാൻ തന്നെ സുഖസ്വരൂപൻ, ഒരു തടവുമില്ലാത്ത തൃപ്തി ഞാൻ അനുഭവിക്കുന്നു. ഞാനിനി എന്തിന് കർമ്മം ചെയ്യണം? അതാണ് സർവം കർമ്മ അഖിലം പാർത്ഥ ജ്ഞാനേ പരിസമാപ്യത്തെ. ആ കർമ്മം ജ്ഞാനേ പരിസമാപ്യത്തെ. സകല കർമ്മവും ജ്ഞാനം കൊണ്ട് അദ്വൈത വസ്തുബോധം ഉറയ്ക്കുന്നതോടുകൂടി കർമ്മമെല്ലാം അവസാനിക്കുന്നു. അങ്ങനെയുള്ള ആൾ ശരീരം കൊണ്ട് എന്ത് കർമ്മം ചെയ്താലും അദ്ദേഹം ഒന്നും ചെയ്യുന്നില്ല, കർമ്മം ഇല്ല. കർമ്മം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അപ്പോഴാണ് കൃഷ്ണ, അത് എവിടെ കിട്ടും ഈ ജ്ഞാനം? അത് കണ്ടോ, അർജുനന് പാകത വന്നില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോ കുറച്ചൊക്കെ പറഞ്ഞു തരാം. നീ പിന്നീട് എപ്പോഴെങ്കിലും ബ്രഹ്മനിഷ്ഠനായ ഒരു ഗുരുവിനെ സമീപിച്ച് കാൽക്കൽ പ്രണമിച്ച്
അദ്ദേഹത്തോട് ചോദിക്കണം. അതാണ് ജ്ഞാനം കിട്ടാനുള്ള തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ ഉപദേക്ഷ്യന്തി തേ ജ്ഞാനം ജ്ഞാനിനസ്തത്വദർശിനഃ. ഗുരുദേവൻ ആ ജ്ഞാനമാണ് നമുക്ക് ഈ കൊച്ചു മലയാള കൃതികളിലൊക്കെ കൂടെ ഉപദേശിച്ചിരുന്നത്. തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ. ഒരു ജ്ഞാനനിഷ്ഠന്റെ അടുക്കൽ പോയി സാഷ്ടാംഗം പ്രണമിച്ച് ചോദിക്കണം ചോദ്യങ്ങൾ. ഞാൻ ആര്, ഈ ജഗത്തെന്ത്, ഗുരു, സത്യമെന്താണ്? പരിപ്രശ്നേന എന്ന് പറഞ്ഞാൽ വിനയപൂർവ്വം ഇയാൾക്ക് അറിയാൻ താല്പര്യമുണ്ടോ ഉണ്ടെന്നൊക്കെ അറിഞ്ഞാലേ അദ്ദേഹം ഉപദേശിക്കൂ. പരിപ്രശ്നേന സേവയ ഉപദേക്ഷ്യന്തി തേ ജ്ഞാനം ജ്ഞാനിന തത്വദർശിന. തത്വദർശികളായ ജ്ഞാനികൾ, അല്ലാതെ ഏതെങ്കിലും ഒരു ഗുരുവിന്റെ അടുക്കൽ ചെന്ന് എന്തെങ്കിലും പഠിച്ചുണ്ട്. ഈ ആധ്യാത്മിക തലത്തിലുള്ള വലിയൊരു കുഴപ്പം അതാ. എന്തോ പഠിച്ചുകൊണ്ട് ഒരാള് ഗുരുവിനെ കൈവിടാമോ സാർ? എന്നുവെച്ചാൽ ഗുരുവിനെ നിങ്ങൾ കൈവിടണമെന്നാര് പറഞ്ഞു? ഹരിശ്രീ പഠിപ്പിച്ച ഗുരുവിനെ പോലും ഒരു സ്ഥിതപ്രജ്ഞൻ കണ്ടാൽ വ്യവഹാരതലത്തിൽ നിശ്ചയമായിട്ടും ബഹുമാനിക്കും. ആദ്യം ഹരിശ്രീ പഠിപ്പിച്ച ഗുരു. പക്ഷേ ആ ഗുരുവിനപ്പുറം വേറൊരു ഗുരു ഇല്ലെന്ന് കരുതിയാൽ അവിടെ നിൽക്കാനേ ഉള്ളൂ. അതുകൊണ്ട് സത്യദർശികൾ പറയുന്നത് പരമസത്യം സംശയാതീതമായി തെളിയുന്നതുവരെ ഒരു ഗുരുവിന്റെ മുമ്പിലും നിന്നുപോകരുത്. അവിടെ കൊണ്ട് കിട്ടുന്നില്ലെങ്കിൽ അപ്പുറത്തോട്ട് കടന്നു പോകൂ. ഏത് പതഞ്ജലിയായാലും ശരി. പൂർണ്ണ സത്യം തെളിച്ചു തരുന്നുണ്ടോ? ആചാര്യസ്വാമികൾ പറയുന്നു അതാണ്. ഭാഷ്യത്തിൽ പറയുന്നുണ്ട്, പതഞ്ജലി രാജയോഗം ഒക്കെ പറഞ്ഞയാൾ, അദ്ദേഹം സത്യനിഷ്ഠനായ ആളല്ലേ സാർ? ആയിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടോ? ബോധ്യപ്പെടുന്നില്ലെങ്കിൽ പതഞ്ജലിയാണ്, അദ്ദേഹത്തെ വിട്ടുപോകാൻ പറ്റുമോ? വിട്ടുപോകണം, മാറി നിൽക്കാൻ പറയണം അദ്ദേഹത്തോട്. എനിക്ക് അങ്ങയുടെ ഈ വാക്കുകളിൽ നിന്നും സത്യം പൂർണ്ണമായി അങ്ങോട്ട് തെളിയുന്നില്ല. അല്ലയോ പതഞ്ജലി, സ്വല്പം മാറി നിൽക്കൂ, ഞാൻ മുമ്പോട്ട് പോട്ടെ. ആ സത്യം വ്യക്തമായി പറഞ്ഞു തരാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കട്ടെ. അതാണ് വിവേകാനന്ദനും മറ്റും. ടാഗോറിന്റെ അച്ഛൻ മഹർഷി ദേവേന്ദ്രനാഥ ടാഗോറിന്റെ അടുത്തൊക്കെ പോയി ചോദിച്ചു, അങ്ങ് ഈശ്വരനെ കണ്ടിട്ടുണ്ടോ? വ്യക്തമായ ഉത്തരം പറയാൻ അവർക്ക് സാധ്യമല്ല, അവർ കണ്ടിട്ടില്ല. അങ്ങനെ ഇരിക്കുകയാണ് ശ്രീരാമകൃഷ്ണദേവന്റെ അടുക്കൽ പോയി ചോദിച്ചു, അങ്ങ് ഈശ്വരനെ കണ്ടിട്ടുണ്ടോ? ഇടേ നിന്നെ കാണുന്നതിനേക്കാളും 1000 ഇരട്ടി വ്യക്തമായി ഞാൻ ഈശ്വരനെ കണ്ടിട്ടുണ്ട്, നിനക്ക് കാണിച്ചു തരികയും ചെയ്യാം. അപ്പോൾ സമാധാനമായി. അവിടെ മാത്രമേ സമാധാനം കിട്ടുള്ളൂ. ഇപ്പൊ ഇത് വലിയൊരു കുഴപ്പത്തിലാണ് ഗുരു. ചിലരൊക്കെ അങ്ങ് കരഞ്ഞു കളയുകയാണ് ചെയ്ത്. ഈ ഗുരുവിനെ നിങ്ങൾ വിട്ടു മുമ്പോട്ട് പോകൂ. ആ ഗുരുവിനും നിശ്ചയമില്ല ഇത് സത്യമാണോ അല്ലയോ എന്ന്. പക്ഷെ ഗുരു പറയുന്നു ഇവിടെ വരുന്നവരാരും ഇനി മറ്റൊരിടത്തും പോകാൻ പാടില്ല. അങ്ങനെയൊക്കെ ആയാൽ നമ്മൾ കൂരിരുട്ടിലായി പോകും. നല്ല ദൃഢനിശ്ചയം ഉള്ള ഒരു സത്യാന്വേഷി സ്വാമി രാമതീർത്ഥന്റെ പുസ്തകമൊക്കെ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. അദ്ദേഹം പറയുന്നു, നിങ്ങളുടെ ബുദ്ധിയെ കൃഷ്ണനോ ബുദ്ധനോ നബിക്കോ ക്രിസ്തുവിനോ ആർക്കും തന്നെ അടിയറ വയ്ക്കരുത്. പരമസത്യം എനിക്ക് ബോധ്യമായി ഉറപ്പുവരുന്നതുവരെ മുമ്പോട്ട് പോകും. ശാസ്ത്രീയമായി ലളിതമായി ഉറപ്പുവരും. ദൃഷ്ടാന്തമായി ഞാൻ പറയാമല്ലോ, ഇപ്പൊ നമുക്ക് തന്നെ ബോധം നാമം രൂപം. നമ്മൾ ഈ പ്രഭാഷണത്തിന്റെ ആരംഭത്തിൽ തന്നെ പറഞ്ഞതാണല്ലോ. ഇത് കേട്ട ഉടൻ അങ്ങോട്ട് വിശ്വസിക്കണ്ട. ഇത് ചർച്ച ചെയ്ത് നോക്കൂ. ആരുമായിട്ടും ചർച്ച ചെയ്ത് നോക്കൂ. എത്ര ഗംഭീരനുമായിട്ടും. ഇതല്ലാതെ യുക്തിസഹമായ മറ്റെന്തെങ്കിലും അവർക്ക് പറഞ്ഞു തരാനുണ്ടോ? ഇത് ചിന്തിക്കും തോറും ഉറയ്ക്കുന്നു. ബോധമേ ഉള്ളൂ. ബോധമില്ലയോ പ്രപഞ്ചമില്ല. ബോധമുണ്ടോ പ്രപഞ്ചമുണ്ട്. ആവർത്തിച്ച് ചിന്തിക്കുക. ഉറച്ചുറച്ചു വരും. യാതൊരു സംശയവുമില്ല.
അവിടെയാണ് നമുക്ക് സത്യം കിട്ടി. നമുക്കിപ്പോ ആ സത്യം പൂർണ്ണമായിട്ട് അങ്ങോട്ട് അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പോലും സത്യം കിട്ടിയിരിക്കുന്നു. ബുദ്ധിക്കിനി സംശയമില്ല. എന്നോട് പലരും പറയാറുണ്ട്, സാർ ഇപ്പം ഈ ബോധമാണ് സത്യം. ഒരു സംശയവുമില്ല. പക്ഷെ ഞങ്ങൾക്ക് അങ്ങോട്ട് പൂർണ്ണമായിട്ട് അനുഭവിക്കാൻ പറ്റുന്നില്ല. എന്നുവെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് രാഗവും ദ്വേഷവും അതൊക്കെ കയറി വരുന്നു. അത് സാരമില്ല. അതിനെ ക്രമേണ കുറേശ്ശെ അഭ്യസിക്കുക. കൃഷ്ണൻ പോലും പറയുന്ന അതാണ്. അഥ ചിത്തം സമാധാത്തും നശക്നോഷി മയി സ്ഥിരം അഭ്യാസയോഗേന തതോ മാമിച്ഛാത്തും പരന്തപ. സർവം ബ്രഹ്മമയം എന്ന ആ സത്യസ്ഥിതിയിൽ മനസ്സിനെ ഉറപ്പിച്ചു നിർത്താൻ പറ്റുന്നില്ലെങ്കിൽ അർജുന, അഭ്യാസയോഗേന വീണ്ടും വീണ്ടും ഓർമ്മിച്ച് അഭ്യസിക്കൂ. അതല്ല വേറെ മാർഗമില്ലല്ലോ. അഭ്യാസയോഗേന തതോ മാമിച്ഛാപ്തും പരന്തപ. വീണ്ടും വീണ്ടും എന്നെ തന്നെ പ്രാപിക്കാൻ അഭ്യസിക്കൂ, ഓർമ്മിക്കൂ എന്നെ. അതല്ലാതെ വേറെ മാർഗമില്ല. അതുകൊണ്ടാണ് കൃഷ്ണൻ പറയുന്നത്, ഇതൊക്കെ വ്യക്തമായിട്ട് ആര് പറഞ്ഞു തരും? സത്യം അനുഭവിക്കുന്ന ഒരാളിന്റെ അടുത്ത് എന്നാൽ അദ്ദേഹം ഇതൊക്കെ പറഞ്ഞു തരും. തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേക്ഷ്യന്തിതേ ജ്ഞാനം ജ്ഞാനിന തത്വദർശിന. തത്വദർശികളായ ജ്ഞാനികൾ നിനക്ക് ആ തത്വം ഉപദേശിച്ചു തരും അർജുന. ആ തത്വം, ആ ജ്ഞാനം കിട്ടിയാൽ എന്താ കൃഷ്ണ പ്രയോജനം? യജ്ഞാത്വ ന പുനർമോഹമേവം യാസ്യസി പാണ്ഡവ. ഇടമഠ, ആ സത്യം നിനക്ക് ബുദ്ധിക്കെങ്കിലും പിടികിട്ടിക്കഴിഞ്ഞാൽ ഇന്ന് സംഭവിച്ചതുപോലുള്ള മോഹം സംഭവിക്കില്ല. എന്താ മോഹം? ഭീഷ്മരന്റെ അപ്പൂപ്പനാണ്, അദ്ദേഹം എന്റെ ഗുരുവാണ്, ഞാൻ ഈ യുദ്ധം എങ്ങനെ ചെയ്യും? അല്ലോ കൃഷ്ണ, എന്റെ ശരീരം മുഴുവൻ വേദനിക്കുന്നു. സീലന്തി മമ ഗാത്രാണി മുഖഞ്ച പരിശുഷ്യത്തി. മുഖമൊക്കെ അങ്ങനെ വരളുന്നു കൃഷ്ണ. വലിയ സവ്യസാചിയായ അർജുനൻ പറയുകയാണ്, എന്താ ഈ തത്വബോധമില്ല. കണ്ടോ, സവ്യസാചിയായ അർജുനന് തന്റെ കർമ്മം ചെയ്യേണ്ട ഒരു പരിതസ്ഥിതി വന്നപ്പോൾ സത്യബോധമില്ലാതെ അയാൾ തളരുകയാണ്. എനിക്ക് നിൽക്കാൻ കഴിയുന്നില്ല കൃഷ്ണ. മുഖഞ്ച പരിശുഷ്യത്തി വേപതുസ്ഥ ശരീരമേ രോമഹർഷസ്ഥ ജായത്തെ. എനിക്കിവിടെ നിൽക്കാൻ കഴിയുന്നില്ല. ഗാണ്ഡീവമൊക്കെ എന്റെ കയ്യിൽ നിന്നും താഴെ വീണു പോകുന്നു കൃഷ്ണ. അപ്പോഴാണ് ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞത്, കഷ്ടം, നിനക്ക് ഇങ്ങനെ ഒരു ക്ലീബത്വം, നപുംസകത്വം വന്നു ചേർന്നല്ലോ. വലിയ മിടുക്കനായിട്ടിരിക്കുന്ന നീ എന്തുകൊണ്ട് വന്നു? ഈ തത്വബോധമില്ല, അതുകൊണ്ട് വന്നു. അത് പിടികിട്ടിയാൽ യജ്ഞാത്വ ന പുനർമോഹമേവം യാസ്യസി പാണ്ഡവ. ഇതുപോലൊരു മോഹം നിനക്കുണ്ടാവുകയില്ല എന്ന് പറഞ്ഞിട്ടാണ് 4-ാം അധ്യായത്തിൽ ഈ ജ്ഞാനം വിവരിക്കുന്ന ഒടുവിൽ ഒരു 10-13 ശ്ലോകമുണ്ട്. അതൊന്ന് വായിച്ചു നോക്കുക. ഇതൊക്കെ വായിക്കാതെയാണ് ഗീതയെക്കുറിച്ച് അങ്ങ് ഗംഭീരമായ അഭിപ്രായങ്ങൾ. നമ്മൾ പറയുന്ന അഭിപ്രായമില്ല, ഗീത പറയുന്ന അഭിപ്രായത്തെ മാനിക്കാതെ ഗീതയെക്കുറിച്ച് എന്ത് അഭിപ്രായമാണ്? അതുകൊണ്ടാണ് ഗുരുദേവൻ ഇവിടെ നമ്മോട് ഈ പറയുന്നത്, വിധി മാധവരാബി തിരഞ്ഞിടുവൻ പതിയെ പദപങ്കജമേ ഗതിയെ. എന്തായാലും ഭഗവാനെ, ഗതി നീ അടിയന് സർവം ആനന്ദമയമായി അനുഭവിപ്പിക്കുന്ന അല്ലയോ ഭഗവൻ, അങ്ങ് മാത്രമാണ് എനിക്ക് ഗതി. ഗതി നീ അടിയന്നു ഗജത്ത് ഉരിച്ചതുകൊണ്ട് ഉടചാർത്തിയ ചിന്മയമേ. അങ്ങ് ഇപ്പൊ എല്ലാവർക്കും അങ്ങേ പിടികിട്ടുന്നില്ല. എന്താ? അങ്ങ് പണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാക്കി. ഒരു കാട്ടാളനായിട്ട് ഒക്കെ സഞ്ചരിച്ചു, ആനയെ ഒക്കെ കൊന്ന് അതിന്റെ തോലെടുത്ത് അങ്ങ് ഉടയാടയാക്കി, അങ്ങ് ഉടുപ്പൊക്കെ അണിഞ്ഞു. അപ്പൊ അങ്ങനെയൊക്കെ ആരെയും പിടികിട്ടുന്നില്ല. ഗജത്തെ ഉരിച്ച് അതുകൊണ്ട് ഉടചാർത്തിയ ചിന്മയമേ, നീ ചിന്മയനാണ്.
ബോധമയനാണ്. പക്ഷേ ആനയെ കൊന്നതിന്റെ തൊലി ഒഴിച്ച് ദേഹം മുഴുവൻ മൂടിക്കളഞ്ഞു. ചതി ചെയ്യും ഇരുട്ടൊരു ജാതി വിടുന്നതിന്, ചതി ചെയ്യുന്ന ഈ ഇരുട്ട് മായ ഏതെങ്കിലും തരത്തിൽ വിട്ടുപോകുന്നതിന് അതിന് അടിയന് അരുളേകണമേ, അടിയന് അനുഗ്രഹം തരണേ. പണ്ട് ഈ ശിവൻ കാട്ടാളനായിട്ട് പാർവതിയും ഒരുമിച്ച് കാട്ടാളനും കാട്ടാളത്തിയുമായിട്ടിങ്ങനെ സഞ്ചരിച്ചു എന്നാണ്. ശരിയാണല്ലോ, ഭഗവാൻ ഈ പ്രപഞ്ചത്തുമായിട്ട് അവതരിച്ചു. അതാണ് അവതരിച്ചു. ശ്രീശങ്കരൻ പറയും, അല്ലയോ ശിവനെ, മാ ഗച്ഛത്വം ഇതസ്തോ ഗിരിശഭോ മയേവ വാസം കുരു സ്വാമിന്നാദിഗിരാത മാമക മനക്കാന്താര സീമാന്തരേ വർത്തന്തേ ബഹുശോ മൃഗാഃ മദജുഷോ മാത്സര്യമോഹാദയഃ താൻ ഹത്വാ മൃഗയാ വിനോദരസിത ലാഭം ച സമ്പത്സ്യത്തെ. അല്ലയോ ആദികിരാത, കാട്ടിലേക്ക് ഇറങ്ങി വന്നു ഭഗവാൻ കിരാതനായി. അതാണ് ഈ പ്രപഞ്ചം. ഈ പ്രപഞ്ചത്തിൽ ഭഗവാനെ ആളുകൾ കിരാതനായി മാത്രമേ കാണുന്നുള്ളൂ. അങ്ങനെ ഇവിടെ വന്നപ്പോഴാണ് ഈ ആനയെയും മറ്റും വേട്ട ചെയ്തത്. ഭക്തൻ പറയുന്നു, ഭഗവാനെ അവിടുന്ന് വീടന്വേഷിച്ച് അവിടെയും ഇവിടെയും ഓടി നടക്കണ്ട. മാഗച്ഛത്വം ഇതസ്തോ ഗിരിശഭോ മയ്യേവ വാസം കുരു, എന്നിൽ താമസിച്ചോളൂ. എന്തിനാ വെറുതെ അവിടെയും ഇവിടെയും ഒക്കെ വീടന്വേഷിച്ച് നടക്കുന്നു? മയ്യേവ വാസം കുരു സ്വാമിൻ ആദികിരാത. അതെന്താ? നിന്റെ ഉള്ളിൽ താമസിച്ചാൽ എന്താ? അങ്ങ് കാട്ടാളനല്ലേ, അങ്ങേക്ക് നായാട്ട് നടത്തണമല്ലേ? എന്റെ മനസ്സ് ഗംഭീരമായി അങ്ങേക്ക് നായാടാൻ പറ്റിയ ഇടമാണ്. മാമക മനക്കാന്താര സീമാന്തരെ, എന്റെ മനസ്സാകുന്ന ഈ കൊടുങ്കാട്ടിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ വർത്തന്തേ ബഹുശോ മൃഗാഃ, ധാരാളം മൃഗങ്ങൾ, ക്രൂരമൃഗങ്ങൾ താമസിക്കുന്നു. മാത്സര്യ മോഹാദയ, ഇവരൊക്കെ കൂടെയാണ് ഈ സത്യത്തെ തടഞ്ഞിരിക്കുന്നത്. മാത്സര്യ മോഹാദയ താൻ ഹത്വ, അവരെയൊക്കെ ഒന്ന് കൊന്നു തരൂ. അങ്ങെന്തായാലും കാട്ടാളനായല്ലോ. മാത്സര്യ മോഹാദയ താൻ ഹത്വ മൃഗയാ വിനോദരസിതാലാഭം ച, നായാട്ടിൽ അങ്ങേക്ക് കിട്ടുന്ന ലാഭം, സന്തോഷം, അതങ്ങേക്ക് കിട്ടും. എന്റെ ഈ മനസ്സാകുന്ന കൊടുങ്കാട്ടിൽ അങ്ങ് താമസമുറപ്പിക്കുകയാണെങ്കിൽ അങ്ങേക്ക് ദിവസവും നായാട്ട് നടത്തി രസിക്കാനുള്ള വേണ്ടത്ര ചുറ്റുപാടുകൾ അവിടെയുണ്ട്. ദയവ് ചെയ്ത് അങ്ങ് എന്റെ ഈ മനസ്സാകുന്ന കൊടുങ്കാട്ടിൽ താമസിക്കൂ എന്നാണ് ഭക്തൻ പറയുന്നു. ഭഗവാൻ അങ്ങനെ സഞ്ചരിച്ച കാലത്ത് എന്താ, സംഹാരമാണല്ലോ ശിവന്റെ ജോലി. സംഹരിച്ചു. സംഹരിക്കുമ്പോൾ എവിടെ എത്തും? നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, പുറമേ കാണുന്നതിനെ ഒക്കെ സംഹരിച്ചാൽ നമ്മളൊക്കെ ഗാഠനിദ്രയിൽ പുറമേ കാണുന്നതിനൊക്കെ സംഹരിച്ചിട്ട് എവിടെ എത്തിയിരിക്കുന്നു? ഒരു കൂരിരുട്ടിൽ. മായ ആദ്യമായി ഉളവാക്കുന്ന മൂടുപടം, ആവരണം. അതുകൊണ്ട് ഭഗവാൻ തന്നെ മൂടിക്കളഞ്ഞു. അതാണ് നമുക്കൊക്കെ ഭഗവാനെ പിടികിട്ടാത്തത്. അങ്ങനെ അതിന്റെ ഒരു പ്രതീകമാണ് ഗജത്തെ കൊന്നിട്ട്, അല്ലയോ ഭഗവാൻ, അങ്ങ് ഗതി നീ അടിയന്നു ഗജത്ത് ഒഴിച്ചതുകൊണ്ട് ഉടചാർത്തിയ ചിന്മയമേ, അങ്ങ് ബോധസ്വരൂപനാണ്. പക്ഷെ ഈ സംഹാരത്തിൽ ജഗത്താകുന്ന പ്രപഞ്ചമാകുന്ന ആനയെ കൊന്നിട്ട് അതിന്റെ തൊലി, അതാണ് ആവരണം, ഭഗവാനെ മൂടിക്കളഞ്ഞിരിക്കുന്ന ആവരണം. ആ ആവരണം, ആ തൊലി എടുത്ത് അങ്ങ് സ്വയം മൂടിക്കളഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് അങ്ങയെ പിടികിട്ടാത്തത്. എങ്കിലും ഈ ഭയങ്കര ചതി അങ്ങ് വിചാരിച്ചാലല്ലാതെ ഇത് മാറിയില്ല. അതുകൊണ്ട് ഭഗവാനെ അവിടുന്ന് കാരുണ്യപൂർവം എന്നെ രക്ഷിക്കണം, അങ്ങല്ലാതെ എന്നെ രക്ഷിക്കാൻ മറ്റാരുമില്ല. ഈ ആവരണം മാറ്റിത്തരണം, ഈ മറ മാറ്റി അങ്ങ് എൻ്റെ ഉള്ളിലിരിക്കുകയാണ്. പക്ഷേ ഉള്ളിലിരുന്നു കൊണ്ട് ഈ ഒരു മറ സൃഷ്ടിച്ചിരിക്കുന്നു, അജ്ഞാനം. അജ്ഞാനേനാവൃതം ജ്ഞാനം, ഗീത പറയുന്നു. അജ്ഞാനം കൊണ്ട്
ജ്ഞാനം മറയ്ക്കപ്പെട്ടിരിക്കുന്നു. അജ്ഞാനേനാവൃതം ജ്ഞാനം തേന മുഹ്യന്തി ജന്തവഃ. സകല ജീവജാലങ്ങളും അതുനിമിത്തം പുറത്തു കാണുന്ന ഈ മായാ ജഗത്താണ് സത്യമെന്ന് കരുതി മോഹിച്ചു പോകുന്നു. ജ്ഞാനേന തു തദജ്ഞാനമേഷാം നാശിതമാത്മനഃ. ജ്ഞാനം കൊണ്ട് ആരുടെ അജ്ഞാനമാണോ നശിച്ചത്, ജ്ഞാനം ഉറപ്പുവരുന്ന നിമിഷം അജ്ഞാനം മാറുന്നു. രണ്ടുണ്ടെന്ന തോന്നലാണ് അജ്ഞാനം. ഒന്നേ ഉള്ളുവെന്ന ജ്ഞാനം ഉറപ്പുവരുന്നതോടെ ജ്ഞാനേനത് തദജ്ഞാനം യേഷാം നാശിതമാത്മനഃ. ആത്മാവിന്റെ അജ്ഞാനം ആർക്കാണോ മാറിക്കിട്ടുന്നത്, തേഷാം ആദിത്യവജ്ഞാനം പ്രകാശയത്തി. അവർക്ക് സൂര്യനെപ്പോലെ ജ്ഞാനം പരമസത്യത്തെ കാട്ടിത്തരുന്നു. ഇതാണ് വേദാന്തത്തിന്റെ പരമ രഹസ്യം. ആ രഹസ്യമാണ് ഗുരുദേവൻ പറഞ്ഞത്, ജ്ഞാനം കൊണ്ടിതിലേറി പാനം ചെയ്യുന്നു പരമഹംസജനം. ഇത് പരമഹംസന്മാർ, നമ്മളൊക്കെ പരമഹംസന്മാർ തന്നെ. ഈ ജ്ഞാനത്തെ ആശ്രയിക്കുമെങ്കിൽ വളരെ ലളിതം, ഒക്കെ ഈശ്വരമയമാണെന്ന് ഓർമ്മിക്കുക. കുറേശ്ശെ ജീവിതത്തിൽ നിരന്തരം ഈ വരി മനസ്സിൽ വെച്ചുകൊള്ളുക. ഈശാവാസ്യമിതം സർവം. ഇവിടെ എന്തൊക്കെ കാണുന്നു ഒക്കെ ഈശ്വരമയം. ഈ ജ്ഞാനം ലഭിച്ചാൽ ഒരാനന്ദക്കടൽ, ക്രമേണ നമുക്കൊക്കെ ആ ആനന്ദക്കടലിൽ മുങ്ങിക്കുളിക്കുവാനുള്ള ഭാഗ്യം ഒന്നോ രണ്ടോ ജന്മം കൊണ്ടെങ്കിലും വേണ്ട. ഇനിയിപ്പോ വേറൊരു ജന്മത്തേക്ക് കാത്തിരിക്കണ്ട. വലിയ ദൃഢനിശ്ചയത്തോടുകൂടി ഈ ജന്മത്തിൽ തന്നെ ആനന്ദക്കടലിൽ മുങ്ങിക്കുളിക്കുമെന്ന് ഉറപ്പുവരുത്തുക. ചിജ്ജടചിന്തനം പോലുള്ള കൃതികൾ നമ്മെ അത്യധികം സഹായിക്കുന്നു. ഗുരുദേവന്റെ ജീവിതവും കൃതികളും അതിഗംഭീരമായി നമ്മെ സഹായിക്കുന്നു. അതുപോലെ ഏത് വേദാന്ത ഗ്രന്ഥവും ഗീതയും ഭാഗവതവും ഒക്കെ അത് വേണ്ട പോലെ ധരിച്ചാൽ മാത്രം മതി. അതിനുള്ള കാരുണ്യം ജഗദീശ്വരൻ നമ്മിലൊക്കെ ചൊരിയുമാറാകട്ടെ. നമസ്കാരം.